പറയുന്നു അൽ ബൈത്തുൽ ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. അല്ലാഹുവേ, മലക്കുകളുടെ സാന്നിധ്യമുള്ള പ്രകാശിക്കുന്ന രണ്ടാമത്തെ ഭവനം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ നാടിലെ പല വീടുകളും പ്രകാശിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന വീടുകൾ ഇങ്ങനെ പ്രകാശിക്കുകയാ. മുത്തുനബി പറയുന്നു, സ്വഹാബാ, ചില ദിവസങ്ങളിൽ വീട് പ്രകാശിക്കാതെ വരുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ, എന്തേ അല്ലാ, ഒരു വീട് കാണുമ്പടച്ചവര് ആ പ്രകാശം കാണുന്നില്ല തമ്പുരാന്, ആ പ്രകാശം കാണുന്നില്ല തമ്പുരാന്. അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്നും ഒരു വീട് പ്രകാശിക്കുന്നത് കാണുമായിരുന്നു തമ്പുരാന്, ഇന്ന് ആ വീട് കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാ, രോഗിയാണെങ്കിൽ ആ ഖുർആൻ ഓതുന്ന പെങ്ങൾക്ക് നീ രോഗം ശിഫയാക്കണേ അല്ലാ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ ഓതേണ്ട ഏറ്റവും നല്ല സമയം അപ്പോഴാണല്ലോ, അപ്പോഴാണ് ഖുർആൻ ഓതേണ്ടത്. ആ സമയത്ത് ഖുർആൻ ഓതുന്നവരുടെ വീട് ഇങ്ങനെ പ്രകാശിക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് ഖുർആനല്ല ഓതുന്നത്, ടിവിയുടെ ഫ്രണ്ടിലിരിക്കുന്ന സമയമാ. ആ സമയത്താണ് ടിവിയുടെ മുന്നിലിരിക്കുന്നത്, അപ്പോഴാണ് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നിനക്ക് ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 5 ഗുണങ്ങൾ, 5 പ്രതിഫലം, 5 മഹത്വമുള്ള സ്വഹാബിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ മരണസമയത്ത് കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടെ സ്വഹാബികൾ കാണുന്നതിന് വേണ്ടി കടന്നു വന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, 3 പെമ്മക്കളാണുള്ളത്, 3 പെമ്മക്കളാണുള്ളത്. കയ്യിൽ 5 നയാ പൈസ ഇല്ലാത്ത പാവപ്പെട്ട സ്വഹാബിയാ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഞാൻ കുറച്ചു പണം തന്നിട്ട് നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ കുറച്ച് പണം തന്നിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. പെമ്മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ല ഒരു ജീവിതം വേണമല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുകയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഉസ്മാൻ തങ്ങൾ ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മുത്തുനബി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തുനബി എനിക്കതിനുള്ള, എന്റെ പെമ്മക്കൾ പട്ടിണിയാകുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ മക്കളുടെ കാര്യം അല്ലാഹുവേ എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാവലാതിയുമില്ല. അതിനുള്ള വഴി മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അവിടെന്ന് പറയുന്നു, ഉസ്മാനേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? മഗ്രിബിന്റെ ഇശായിന്റെ ഇടയില്, മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയില് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ എന്റെ പെമ്മക്കള് എല്ലാ ദിവസവും ഓതും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഖുർആന് പറയാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആനില്ലാത്ത ഒരു കാര്യവുമില്ല. മുത്തുനബി അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഖുർആനിലെ 2 ആയത്തോതിയാൽ പടച്ചവരെ കള്ളം കൊണ്ടുപോകുമെന്ന് പേടിക്കുന്നവരുണ്ട്. എന്തെങ്കിലും
എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, രാത്രി കിടന്നുറങ്ങുന്ന സമയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 ആയത്ത്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാൽ ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്ത്, ആ ഏറ്റവും വലിയ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ ആ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറയുകയാ, നീ കള്ളനെ പേടിക്കണ്ട, എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഓതിയാ ആ മലക്ക് ആ വീടിന് അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ സമ്പാദിച്ചതൊന്നും നഷ്ടപ്പെടൂല, നീ കഷ്ടപ്പെട്ടതൊന്നും നഷ്ടപ്പെടൂല. അതിനെന്ത് ചെയ്യണമെന്നറിയുമോ? അള്ളാന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത്, അള്ളാന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് ഏതായത്തെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാ. കഹ്ഫ് ഓതാത്തവരില്ല. ഒരുപാട് ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫിനകത്തുകൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആ സൂറത്തുൽ കഹ്ഫില് 2 കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് ഈ ചരിത്രം അള്ളാഹു പറഞ്ഞു തന്നതെന്നറിയുമോ? എന്തിനാണ് പടച്ചവൻ ഇത് പറഞ്ഞു തന്നത്? 2 കൂട്ടുകാർക്ക് സംഭവിച്ച ഒരു ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹ്ഫിനകത്തുകൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോ റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ ആയത്താരെങ്കിലും ഓതിയാൽ അള്ളാഹു തന്ന നിഅമത്ത് പടച്ചവനെ നിലനിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ വീട് അല്ലാഹു നിലനിർത്തും, നിന്റെ കച്ചവടം അല്ലാഹു നിലനിർത്തും, നിന്റെ ആരോഗ്യം അല്ലാഹു നിലനിർത്തും, നിന്റെ പണം അല്ലാഹു നിലനിർത്തും. പടച്ച റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകൾ മുഴുവനും അല്ലാഹു നിനക്ക് നിലനിർത്തി തരണമെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്ത് ഓതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏതായത്തെന്നറിയുമോ? ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും, വീടിന്റെ അകത്ത് കയറുമ്പോഴും, കച്ചവടം തുടങ്ങുമ്പോഴും, കടയിലേക്ക് കയറുന്ന സമയത്ത്, അല്ലാഹുവേ എന്ത് നല്ല കാര്യം നീ ചെയ്യുന്ന സമയത്തും നീ ഓതണ്ട ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, പടച്ചവനെ കടക്കകത്തേക്ക് കയറുമ്പോ, വാഹനത്തിന്റെ അകത്തേക്ക് കയറുമ്പോ, സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോ, എവിടേക്ക് ഇറങ്ങുന്ന സമയത്തും പൊന്നുമോര് ഈ പറയുന്ന ഒരായത്ത് നീ ഓതിയാ അല്ലാഹുവാ നിഅമത്ത് നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതായത്താണ്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ആയത്ത് പഠിച്ചു വെച്ചോ എന്നും പറയാനുള്ള ആയത്താണ്. വീടിന്റെ അകത്ത് കയറുമ്പോ ഓതികെട്ട് കയറിക്കോ, നിന്റെ വീട് വിൽക്കേണ്ട ഗതി വരുത്തൂല. അല്ലാഹുവേ നിന്റെ കടപൂട്ടേണ്ട അവസ്ഥ വരുത്തൂല. അല്ലാഹു നിനക്ക് ദാരിദ്ര്യവും പ്രയാസവും തരില്ല എന്ന് മുത്തുനബി പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്ന വീടാകണം, ഖുർആൻ ഓതുന്ന വീടാകണം. ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ വീടിന്റെ അകത്ത് നീയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ഇരുന്ന് ഖുർആൻ ഓതണേ. എങ്കിലും നിന്റെ വീട് പ്രകാശിക്കുകയാണ്, മലക്കുകളുടെ ദുആ ലഭിക്കുകയാണ്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഓരോ മക്കളെയും ചെറിയ മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. റസൂലുള്ള പറഞ്ഞതെന്നറിയുമോ? അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തന്റെ മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് മക്കളെ
പിടിച്ച് അടുത്തിരുത്തിയിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് നിന്റെ പൊന്നാര മക്കളെ കണ്ടോതാ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, വർഷങ്ങളോളം നീ നോമ്പ് പിടിച്ച് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഖുർആൻ പഠിപ്പിക്കാനൊന്നും സമയമില്ല, ഇന്ന് ആരും പഠിപ്പിക്കാറില്ല. അധികം പേരും ദുനിയാവിന്റെ പുറകിൽ. മുത്തുനബി പറയാ, നീ നിന്റെ മക്കളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഖുൽഹു വല്ലാഹു അഹദ് എന്നോ കണ്ടോതാൻ പഠിപ്പിച്ച 1000 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇനി നീ കാണാതെ പഠിപ്പിച്ചാലോ? നീ കണ്ടോതാനല്ല, കാണാതെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ഒരായത്ത് വാപ്പ നീ നിന്റെ മക്കളെ കാണാതെ പഠിപ്പിച്ച ഇന്ന് വരെ നീ ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ഖുർആൻ മുഴുവനും പഠിപ്പിച്ചാലോ? അതിനല്ലേ ഇരിക്കണ മുത്തഅല്ലിമീങ്ങളൊക്കെ നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? വീട്ടിൽ തിന്നാനില്ലാച്ചിട്ടാ? എന്റെ പ്രിയമുള്ളവരൊക്കെ വന്ന് കിടക്കുന്ന എന്തിനാ? ഖുർആൻ പഠിക്കാൻ. ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിൽ പോകാനുള്ള കൊതി കൊണ്ട് അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് വീട്ടിലാണോ ഖുർആൻ ഓതുന്നത് ആ വീട് പ്രകാശിക്കണം. നിങ്ങളുടെ വീട് കാണാൻ മലക്കും വരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കുടില് കാണാൻ, നമ്മുടെ വീട് കാണുന്നതിന് വേണ്ടി ആര് വരണം? അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരണം. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരണം. മലക്കുകൾ അള്ളാഹുവെ പ്രകാശിക്കുന്ന നിന്റെ വീട് മലക്കുകൾ കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ നിനക്ക്. ഈ സദക്ക കൊടുക്കുന്ന ഒരുത്തനും നഷ്ടമില്ല. അള്ളാഹിക്ക് നിന്റെ പൈസ വേണ്ട. അള്ളാഹ് പറഞ്ഞതെന്തേ? മുത്തുനബി പറഞ്ഞതെന്തേ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക കൊടുക്കുന്നവന്റെ വിപത്തുകൾ അള്ളാഹു തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിനക്ക് വന്ന നീ ഇത്രയും കൊല്ലം സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറുവോ? നീ ഇത്രയും കാലം സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറുവോ ക്യാൻസർ? ഇല്ല. ഈ ബക്കറ്റിന്റെ അകത്ത് 10 രൂപ ഇട്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ, കിഡ്നി എങ്ങാനും തകർന്നു പോയാ മാറ്റിവെക്കാൻ പറ്റുമോ? 25-30 ലക്ഷം രൂപ മാറ്റിവെച്ചാൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. 25-30 ലക്ഷമൊന്നും വേണ്ട, നിന്റെ കയ്യിലിരിക്കുന്നതിൽ ഒരു നല്ല സദഖ നീ ചെയ്. നിനക്ക് അല്ലാഹു അങ്ങനെയുള്ള വിപത്തുകൾ തട്ടിമാറ്റി തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 4 വയസ്സുള്ള ഒരു ചെറിയ മകൻ വാപ്പ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്, ഉസ്താദേ ദുആ ചെയ്. എന്റെ പൊന്നുമോന് ബ്ലഡ് ക്യാൻസറാ ഉസ്താദേ. വല്ലാത്ത കരച്ചില്. വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണാൻ കഴിയുന്നില്ല. വല്ലാത്ത വേദനയോട് കിടന്ന് കരയുകയാ. ഉസ്താദ് ദുആ ചെയ്യണം. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്ക, 4 വയസ്സുള്ള എന്റെ മോൻ എന്ത് പാപം ചെയ്തിട്ടാ ഉസ്താദെ അള്ളാഹു ക്യാൻസർ കൊടുത്തത്? വല്ലാത്ത ചോദ്യം. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, 4 വയസ്സുള്ള എന്റെ മകൻ എന്ത് പാപം ചെയ്തു ഉസ്താദെ? എന്ത് പാപം ചെയ്തിട്ടാ? ഞാൻ പറഞ്ഞു, സഹോദര, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. 4 വയസ്സുള്ള മകനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. നിങ്ങൾക്ക് അള്ളാഹു ഇത്രയും കാലമായിട്ട് അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ 4 വയസ്സുള്ള നിങ്ങളുടെ മകനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. ക്യാൻസർ എന്ന് പറയുന്ന രോഗം, വയറിന്റെ ഉള്ളിലുള്ള രോഗങ്ങൾ വന്ന് മരണപ്പെടുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ പൊന്നുമോന് ഷഹീദിന്റെ കൂലിയ. നിങ്ങൾ രണ്ടുപേരെയും ഇവൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ കരയരുത്. നിങ്ങൾ അള്ളാഹുവേ, നിങ്ങൾ ഈ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ സഹോദരൻ പറയുന്നു, ഉസ്താദെ രാത്രി എങ്ങും ഉറക്കമില്ല ഉസ്താദെ, എന്റെ മോൻ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. അള്ളാഹു ആ പൊന്നുമോന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്. അള്ളാഹുവേ, ഇതുപോലെയുള്ള രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, കിഡ്നി തകരുന്ന സുഖം, ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരു ദുരവസ്ഥ, അള്ളാഹുവേ എനിക്കോ എന്റെ മക്കൾക്കോ തരല്ലേ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സദഖ കൊടുക്ക്. സദഖ കൊടുത്താൽ അള്ളാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സദഖ കൊടുത്താൽ അള്ളാഹു തരുന്ന 3 പ്രതിഫലം ഞാൻ പറയാം, നിർത്തുകയാ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്ന ഓരോ മനുഷ്യനും അള്ളാഹ് ഇന്ന് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് പിരിയാം.
ഇന്ന് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, 3 പ്രതിഫലം ബക്കറ്റിൽ പൈസ ഇട്ടോ, ഇപ്പൊ പറയാം. 1 എണ്ണിക്കോ. 1, അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പലരും പറയും, ഉസ്താദെ ജോലിയില്ല, ഉസ്താദെ ജോലിയില്ല, ഉസ്താദെ പറയാറുണ്ടല്ലോ. മോനെ ജോലി വേണോ? നിനക്ക് ജോലി വേണോ? ഞാനല്ല പറഞ്ഞേ, ഖുർആനാ പറഞ്ഞേ. നിനക്ക് അല്ലാഹു നല്ല ഒരു ജോലി തരണോ? ആ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞിട്ടിട്, അല്ലാഹു നിനക്ക് ജോലി തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1, നല്ല പെണ്ണുമ്പിള്ളെ വേണോ? ഇവിടെ സാലിഹത്തായ ഭാര്യ വേണോ? നീ കെട്ടിയ നിന്റെ ഭാര്യ നന്നാകണോ? വീടിന്റെ അകത്ത് കിടന്നിട്ട് തമ്മിലടിക്കുന്നവളല്ല, നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയാകണോ നിന്റെ ഭാര്യ. മോനെ, നിനക്ക് നല്ല ഒരു പെണ്ണിനെ കിട്ടണോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന 5 നേരം നിസ്കാരമുള്ള ഒരു ഭർത്താവിനെ വേണോ? മനസ്സറിഞ്ഞിട്ട് സദക്ക കൊടുക്ക്, അള്ളാഹു നിനക്ക് തരും. അള്ളാഹു നൽകുമാറാകട്ടെ. തെളിവ് വേണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കാണാം. മൂസാ നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മൂസാ നബി ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു. ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടുപോകുക. ഒരാൾ വന്നിട്ട് പറഞ്ഞു, വരുന്നുണ്ട് മൂസ, ഓടിക്കോളെ. ഒന്നുമില്ല, ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി ഓടി. മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാ മൂസാ നബി പോയത്. കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരുന്നതിന് വേണ്ടി തമ്മിൽ ഇടകലർന്നിട്ട് വലിയ പ്രശ്നം. വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കടന്നിട്ട് വെള്ളം കോരാൻ ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഇടിയാ. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. പാത്രം കയ്യിലുണ്ട്, വെള്ളം കോരാൻ പോകുന്നില്ല. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകാത്തെ? ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ കയറാ. ഇന്ന് നമ്മുടെ പെമ്മക്കള് 10ാം ക്ലാസ്സിലൊക്കെ ആയുള്ളൂ. ലാസ്റ്റ് ദിവസം പോയിട്ട് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ നിന്നിട്ട ഫോട്ടോ. ആ മൂസാ നബി ചോദിച്ച്, നിങ്ങൾ വെള്ളം കോരാത്തതുണ്ട്? വെള്ളം ആവശ്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ലജ്ജയാ. മൂസാ നബി ചോദിച്ചു, വീട്ടില് പാപ്പ അല്ലോ പ്രായമുണ്ട്, രോഗിയാ, അയ്യ, വേറെ ആരുമില്ല. മൂസാ നബി പറഞ്ഞു, എങ്കിൽ ഞാൻ കോരിത്തരാം. അള്ളാഹുവേ, ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു. ഖുർആൻ പറഞ്ഞ കഥയാണ്. അവിടെ നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു. 2 പേരും വെള്ളവുമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് വന്നിരുന്നു, ദുആ ചെയ്തു, അല്ലാ, ആരുമില്ല, അല്ലാ, ജോലിയില്ലല്ല, എനിക്കിവിടെ അറിയുന്ന ആരുമില്ല, നീ എന്നെ സഹായിക്കണം. മൂസാ നബി ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ 2 പെൺകുട്ടികളും തിരിച്ചു വരിക. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വീട്ടിലോട്ട് വരാൻ. മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി ചോദിച്ചു, എന്തിനാ? ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാനാ. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിറക്കി. എന്നിട്ട് മക്കള് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടന്നോടാ. മൂസാ നബിയോട്, പെണ്ണുങ്ങൾ അങ്ങനെ മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നട, ഞങ്ങൾ പുറകിന്ന് വഴി പറഞ്ഞുതരാം. നമ്മളാണെങ്കിൽ മുമ്പിൽ നടക്കും. കാരണം എന്തേ പെണ്ണുങ്ങൾ മുന്നിൽ നടന്ന ആണുങ്ങൾ പുറകിൽ നടന്ന ഉള്ള സംഭവം എന്തേ? മൂസാ നബി മുന്നിൽ നടന്നു, പെണ്ണുങ്ങൾ പുറകിൽ നടന്നു. അവസാനം വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, പ്രവാചകനായ ശുഐബ് നബി മൂസാ നബിക്ക് പ്രതിഫലം കൊടുത്തു. തന്റെ മൂത്ത മകളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. 11 കൊല്ലം ജോലിയും കൊടുത്തു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലേ, 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരാൻ സഹായം കൊടുത്തപ്പോ അള്ളാഹ് എന്തു കൊടുത്ത്? ഒരു സാലിഹത്തായ ഒരു പ്രവാചകന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെയോ 11 കൊല്ലം ജോലിയും കൊടുത്തു. വെറുതെ കിട്ടിയതാ. അതുകൊണ്ട് സഹോദര, സദക്ക ചെയ്, അള്ളാഹു നിനക്ക് ഈ പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 സദക്ക ചെയ്താ കിട്ടുന്ന ഒറ്റ ചരിത്രം പറയാം. സദക്ക ചെയ്താ കിട്ടുന്ന ഒരു പ്രതിഫലം: 1 സാലിഹത്തായ ഭാര്യ. 2 നിന്റെ മക്കള് കാരണം നീ കണ്ണുനീര് കുടിക്കണ്ട. ഇന്ന് ഉമ്മായിക്ക് വീടിന്റെ മുന്നിൽ കബറ് കുടിച്ചിട്ടിരിക്കുക, തീർന്ന അപ്പം എടുത്തിടാൻ. പള്ളിയിലൊന്നും കൊണ്ടുപോകാൻ സമയമില്ല, തീർന്ന അപ്പം തള്ളി അതിനകത്തിടണം. വീടിന്റെ മുന്നിൽ കബറ് കുഴിച്ചിടുന്ന കാലം. പിന്നെ ഓരോന്നിന്റെ ചരിത്രം പറയണ്ട, കാത്തിരിക്കുക. ഉമ്മായി വാപ്പായും കൊല്ലം കിട്ടുന്ന അവസരമില്ലേ? മാതാപിതാക്കൾ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയാ, തീരാനൊന്ന് ദുആ ചെയ്യിസ്താതെ, തീരാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാം. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാ. വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. മാതാപിതാക്കൾ പൊക്കണേ, നല്ലപോലെ പൊക്ക് മനുഷ്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് സ്വർഗത്തിൽ 2 പ്രതിഫലം വേണം.
മുത്തുനബി പറഞ്ഞു സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്ന നബിയോട് ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ നബിയെ ചിരിക്കണേന്ന്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭർത്താവ് ചിരിച്ച ഭാര്യ എന്തോ ചോദിക്കും? നമ്മുടെ ഭാര്യയാണെങ്കിൽ. മുത്തുനബി എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തേ നബിയെ ചിരിക്കണേ? ആയിഷ, സ്വർഗം കണ്ടു ആയിഷ, ഞാൻ സ്വർഗം കണ്ടു. സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ റഅയ്തു ഫിൽ ജന്ന, അവിടെ നിന്ന് പറഞ്ഞ സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തൊരു ചെറുപ്പക്കാരെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. എവിടെ? സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഖുർആൻ ഓതുന്നേ? ആരാ ഖുർആൻ ഓതുന്നേ? നബിയെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഹാരിസ എന്ന് പറയുന്ന ഒരു സഹാബിയാ നബിയെ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എങ്ങനെ അറിയാം? എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, നബിയെ, ഞങ്ങൾക്കല്ല, എല്ലാ മലക്കുകൾക്കും ആ ചങ്ങാതി അറിയാം. എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള ചെറുപ്പക്കാരനാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അതെന്തേ ജിബ്രീലേ? അള്ളാഹു നാളെ സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സഹാബിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തേ? സ്വർഗത്തിൽ സ്വന്തമായിട്ട് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വില്ല. 2, നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 2 പ്രതിഫലം വേണോ? സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീടും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. നല്ലപോലെ പൊക്കിക്കോ, ചിലപ്പോൾ രക്ഷപ്പെടാൻ ഇതേ കാണും. സ്റ്റേജിൽ ഇരിക്കണവർക്കും പൊക്കാൻ കേട്ടാ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സഹാബിക്ക് 2 പ്രതിഫലമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, ഈ ചങ്ങാതിക്ക് ഇത് കിട്ടാനുള്ള കാരണം എന്താ? നബി പറഞ്ഞു, ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത. ആയിഷ ബീബി ചോദിച്ചു, ഞാനും എന്റെ വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്നുണ്ട്, എനിക്കും കിട്ടുമെന്ന്. ഒറ്റ ചോദ്യം. ഞാനും എന്റെ വാപ്പായും ഉമ്മായും സ്നേഹിക്കുന്നു, എല്ലാവരും തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടുമോ? നബി പറഞ്ഞു, ഇല്ല. ഈ സഹാബിക്ക് ഇത് കിട്ടാനുള്ള കാരണം 3 ഗുണം ആ സഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 പ്രത്യേകമായിട്ടുള്ള 3 സ്വഭാവ ആ ചങ്ങാതിക്ക് ഉണ്ടായിരുന്നു. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? അള്ളാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണോ? വേണോ വേണ്ടേ? ഉറക്കപ്പറ, ഇൻഷാ അല്ലാഹ് പറ, ഉറക്കപ്പറ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. 3 ഗുണം. ഒന്ന് നേരെ ഇരിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളവര് പൊക്കാൻ പറഞ്ഞപ്പോ എല്ലാം പൊക്കി. ഇപ്പൊ എന്തേ നിന്റെ കൈ പൊങ്ങാത്തെ? നീ വിചാരിച്ചോ അള്ളാഹുടെ കയ്യിൽ നിന്ന് വെറുതെ തിന്നാന്ന്? ഇല്ലേ മോനെ, ഇന്ന് വയല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഉമ്മാടെ മുന്നിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കൈ വെച്ചിട്ട് ചോദിക്കണം, ഉമ്മാ, ഞാനൊന്ന് വാരി തരട്ടെ ഉമ്മ. എത്ര കൊല്ലം എനിക്ക് നിങ്ങൾ വാരി തന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മാടെ വായിലൊന്ന് വാരി വെച്ച് തരാൻ എനിക്ക് കൊതിയുണ്ടുമ്മ. നീ വിചാരിക്കും ഉമ്മ സമ്മതിക്കൂല, അതൊന്ന് ചോദിച്ചു നോക്ക്. നിന്റെ ഉമ്മ കരയും സന്തോഷം കാരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം, തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ തീരുമാനിക്ക്. എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല, ഒരിക്കലെങ്കിലും നീ വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ചെയ്തൂടെ? ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന മക്കൾ കൈവക്ക്. അൽഹംദുലില്ലാഹ്, മതി. പല ഉപ്പമാരും കരയാ, ഉസ്താദെ, എൻ്റെ ഉമ്മ ഖബറില്ല, ഉസ്താദെ, എൻ്റെ വാപ്പ ഖബറില്ല, വാരി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവര് ഖബറിലല്ലേ. വാപ്പ, നിന്റെ കണ്ണ് നിറഞ്ഞോ? അത് മതി രക്ഷപ്പെടാൻ. നിനക്ക് തോന്നിയല്ലോ, നിനക്കതെന്ന് കരയാൻ തോന്നിയല്ലോ. അള്ളാഹു അവരുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മുത്തുനബി പറഞ്ഞു, ആയിഷ, ആ സഹാബിക്കുണ്ടായിരുന്ന 2ാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളുടെ മുന്നിൽ എന്ന് പോലും പറയരുത്. നമ്മളോ ഉമ്മാനെ ചീത്ത വിളിക്കും, പാപ്പാനെ തല്ലും. കൊട്ടാരം പോലെ വീട് പണിതിട്ടിട്ട് ഉമ്മാനോടും പാപ്പാനോടും പറയും, വല്ലതും തിന്നിട്ട് ഇവിടെ കാണാൻ കിടന്നോണം.
വല്ലതും കഴിച്ചിട്ട് ഇതിനകത്ത് മിണ്ടാതെ കടന്നോണം. മക്കള് മാതാപിതാക്കളെ ഭരിക്കുക. സ്വഹാബി മഹാനായ ഈ സ്വഹാബി, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മഹാനവറുകൾ തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തത്തില്ലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 അവിടുന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഈ ചങ്ങാതി ഇറങ്ങി ഓടും. ഉമ്മാനെ കാണാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങി ഓടും. തല്ലാനൊന്നും അല്ലട്ടാ. ചെന്നിട്ട് ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല പരാതിയുണ്ടോ? എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ ഈ വീട്ടില്? കാരണം എന്തേ? ഉമ്മ നമ്മളോട് പറയാറില്ല. അത് നമ്മളോടുള്ള സ്നേഹക്കുറവല്ല, നമ്മുടെ ഭാര്യ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് പറയാറില്ല. നമ്മുടെ ഭാര്യമാരെന്തെങ്കിലും പറയും, കാരണം ഉമ്മയ്ക്ക് എന്തെങ്കിലും തരണമെങ്കിൽ ഭാര്യ കാണാതെ തരുന്നേ. അതുകൊണ്ട് ഉമ്മ മിണ്ടാറില്ല. ഈ സഹാബി വന്നിട്ട് പോകുന്നവരോട് ചോദിക്കുക, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കിൽ പറ, ചെയ്തു കൊടുക്കാനാ. ചോദിച്ചറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ഗുണം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവർ ഇന്നു മുതൽ ചെയ്യാൻ തീരുമാനിക്ക്. സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു ഭവനം, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു ഭവനം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്തവനെ അള്ളാഹു നിനക്കൊരു നല്ല ജോലി തരും. നിനക്ക് അള്ളാഹു നല്ല ഒരു ജോലി തരും. നിന്റെ ഭാര്യ അള്ളാഹു നന്നാക്കി തരും. മുത്തുനബി പറഞ്ഞു, മോനെ, നിന്റെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മക്കള് കള്ളുകുടിയനാകില്ല, കഞ്ചാവടിക്കുന്നവനാകില്ല, മയക്കുമരുന്നിന്റെ അടിമയാകില്ല, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനാകില്ല, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്നവളാകില്ല. നിനക്ക് അള്ളാനെ പേടിയുള്ള, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3ാമത്തെ പ്രതിഫലം എന്തേ? ഇന്ന് നിന്റെ വീട് കാണാൻ, ഇന്ന് നിന്റെ വീട് കാണാ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. മത്സരിച്ച ഒരു വാപ്പയും ഉമ്മയും മകനെയും കുറിച്ച് അല്ലാഹു പറയുകയാ. ആരുടെ വീടെന്നറിയുവോ? ആരുടെ വീടെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ഭാര്യതാ വീടിന്റെ മുന്നിൽ തന്റെ ഭർത്താവിനെയും മകനെയും കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ, റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയ ഭർത്താവിനെയും മകനെയും കാണാതെ വരുമ്പോ ഒരു പെണ്ണ് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അതാ അങ്ങ് ദൂരെ അകലെ നിന്ന് തന്റെ ഭർത്താവും മകനും നടന്നു വരികയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകൻ അനസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, രണ്ടുപേരും അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുകയാണ്. അങ്ങ് ദൂരെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മടങ്ങി വരുന്ന ഭർത്താവിനെയും മകനെയും കാണുമ്പോ ആ പെണ്ണിന് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും വീടിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കൂടെ 3ാമതൊരു പ്രായമുള്ള മനുഷ്യൻ നിൽക്കുകയാ. അല്ലാഹുവേ, അവിടുന്ന് സ്വലാം പറഞ്ഞു വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാ, ആരാ കൂടെ വന്നത്? ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. ആ സമയത്ത് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യയോട് അബൂ തൽഹ പറയുകയാ, പെണ്ണേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ.
ഭക്ഷണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ്. ഉമ്മു സുലൈം അതാ കേൾക്കുമ്പോ കരയുകയാ. ഉമ്മു സുലൈമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്തേ കരയുന്നത്? എന്തേ കരയുന്നത്? അബൂ തൽഹ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. നമ്മുടെ പൊന്നുമോനെന്ന് വയറ് കിടച്ച ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. അതുകൊണ്ട് ആകെ ഈ വീടിന്റെ അകത്തുള്ളത് ഈ കാണുന്ന അല്പം ഭക്ഷണമാണ്. ഇന്ന് ഇത് നമുക്ക് കഴിക്കാതെ മകന് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനെയാ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ അന്നമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് ഭാര്യയും ഭർത്താവും കരയുകയാണ്. ആ സമയത്താണ് 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമകന് വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ, വാപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല. ഇരിക്കുന്നത് ഭക്ഷണമല്ലേ മോനെ? നീ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ മോനെ. ഇത് നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യയും ഭർത്താവും മകനും വീടിന്റെ അകത്തിരിക്കുകയാ. ആ സമയത്ത് ആ സാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിയുള്ള ആ സാലിഹത്തായ ഭാര്യ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴിയെന്നറിയോ? ഒരു പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം എടുത്ത് വെക്കാ. എല്ലാവരും കൂടെ ഒരേ പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് കഴിക്കാനിരിക്കാ. എല്ലാവരും പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാ കൈവെക്കുമ്പോ മോനെ അനസേ, വിളക്കങ്ങണയ്ക്കണേ അനസേ. 11 വയസ്സുള്ള ഒരു ചെറിയ മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, മോനങ്ങ് വിളക്കണയ്ക്കണം, എന്നിട്ട് ഭക്ഷണം വാരിക്കടിക്കരുത്. നമുക്കിന്ന് പട്ടിണി ഇരിക്കാമോര്, ഇന്ന് നമുക്ക് പട്ടിണി ഇരിക്കാമോര്. ഈ പാവപ്പെട്ട മനുഷ്യന് ഇന്ന് നമുക്ക് അന്നം കൊടുക്കാമോര്. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അനസ് എന്ന് പറയുന്ന സ്വാലിഹായ 11 വയസ്സുള്ള മകൻ ഉമ്മയുടെ മുഖത്ത് നോക്കുകയാ, ഭക്ഷണത്തിലേക്ക് നോക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയ ഭക്ഷണമാണ്. ഉമ്മ പറയുന്നതനുസരിക്കണോ അതോ ഭക്ഷണം വാരി കഴിക്കണോ? അവസാനമല്ല അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ഉമ്മ പറയുന്നതനുസരിക്കുകയാ, വിളക്കങ്ങണയ്ക്കുകയാ. പടച്ചവരെ, പട്ടിണി ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കുകയാണ്. പടച്ചവനെ അവസാനം ആ മനുഷ്യർ അൽഹംദുലില്ലാഹ് അവിടുന്ന് സലാം പറഞ്ഞ് പിരിയുകയാ. 3 പേരും പട്ടിണി കിടന്നു. ആർക്കും പരാതിയില്ല, മകനും പരാതിയില്ല. അവസാനം 3 പേരും വിശന്ന് തളർന്ന് കിടന്നുറങ്ങുകയാ. അവസാനം സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാ. എഴുന്നേക്ക് ഉമ്മു സുലൈം, നിസ്കരിക്കാൻ എഴുന്നേക്ക് ഉമ്മു സുലൈം. പൊന്നുമോനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്ക് ഉമ്മു സുലൈം. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് വിശന്ന് തളർന്ന് കിടക്കുകയാ. 11 വയസ്സുള്ള മകന്റെ അടുക്കലേക്ക് വാപ്പ ചെന്നിട്ട്, മോനെ അനസേ, വാടാ പള്ളിയിൽ പോകാ, മോനെ പള്ളിയിൽ പോകാ. വാപ്പാ, എനിക്ക് കഴിയുന്നില്ല വാപ്പാ, എന്റെ ശരീരം തളരുന്നു വാപ്പാ. മോനെ, വാപ്പ ചുമലിൽ കയറ്റികെട്ട് കൊണ്ടുപോകാ. അവസാനം തന്റെ പൊന്നുമകനെ തലയിൽ ചുമന്നിട്ട് അവിടുന്ന് ചുമലിൽ വെച്ചിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാ. അവസാനമല്ലാ സുബ്ഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ? എന്റെ അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്. പള്ളിയുടെ ഏറ്റവും പുറകിലെ സപ്പിലിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ നടന്ന വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു തൽഹ.
അബൂ തൽഹ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിന്റെ അകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ നിന്റെ വീട് കാണാ നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്ക് വന്നു. ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്ക് വന്നു. ഈ സദസ്സിലിരുന്ന് കൊണ്ട് സദക്ക കൊടുത്തവര് ഇന്ന് നിന്റെ വീട് കാണാ, നിന്റെ കൂര കാണാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും കാണോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ തൽഹ ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഖുർആനിലെ ഒരായത്തോടി നിങ്ങളുടെ വീട് എങ്ങനെയാകണമെന്നറിയോ? ഖുർആൻ പറഞ്ഞ വീട് ഏതെന്നറിയുമോ? വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നലെ ജിബ്രീൽ വന്നിട്ട് ഖുർആനിലെ ആയത്തോടി നിന്റെ വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മത്സരിക്കണം സഹോദരാ, മത്സരിക്കണം സഹോദരാ. പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, കൊടുക്കുന്നതിന് വേണ്ടി പരസ്പരം ഭാര്യയും ഭർത്താവും മത്സരിക്കണം. അങ്ങനെ മത്സരിച്ച അല്ലാഹുവേ നിന്റെ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയമുള്ളവരോട് പറയാറുള്ളത്, വീടിന്റെ മുന്നിൽ വരുന്നവനെ ആട്ടിയോടിക്കരുത്, വീടിന്റെ മുന്നിൽ യാചിക്കാൻ വരുന്നവനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ അവരെ സഹായിക്കണേ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കണേ. എങ്കിലും മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും, നിന്റെ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാ. ഹജ്ജിന് പോകണ്ടേ? മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ കഅബാലയം കാണണ്ടേ? സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിച്ച പാപങ്ങൾ മുഴുവനും പൊറുക്കുന്ന കല്ലാടല്ലോ. മുത്തുനബി നെഞ്ചു വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത കഅബാലയമുണ്ടല്ലോ, ആ കില്ലയൊന്ന് പിടിക്കണ്ടേ? ഇബ്രാഹിം നബിയുടെ കാലിരുന്ന മഖാം ഇബ്രാഹിം എന്ന് കാണണ്ടേ? അതിന്റെ മുന്നിൽ പോയി നിസ്കരിക്കണ്ട്. കഅബാലയത്തിന്റെ അകത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറിയെന്ന് നിസ്കരിക്കണ്ടേ വാപ്പാ? സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്താൽ ഇജാബത്തുണ്ടെന്നാ, അവിടെ ചെന്നൊന്ന് ദുആ ചെയ്യണ്ടേ? നിനക്ക് നിന്റെ സ്വന്തം കൈകൊണ്ട് സംസം വെള്ളം കോരി കുടിക്കണ്ടേ? സഫയിലും മറുബയിലും നിനക്കൊന്ന് പോകണ്ടേ? ജന്നത്തിൽ മുഅല്ല നിനക്കൊന്ന് കാണണ്ടേ? ജന്നത്തിൽ ബഖിയ നിനക്കൊന്ന് കാണണ്ടേ? മുത്തുനബിയുടെ റൗള ശരീഫ് കാണണ്ടേ? മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന കൂട്ടുകാരെ നിനക്ക് കാണണ്ടേ? ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗമായ പടച്ചവരെ, ആ പുണ്യപ്രവാചകന്റെ റൗള ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന സ്വർഗത്തിൽ പോയിരുന്നിട്ട് നിനക്ക് നിസ്കരിച്ച് തൗബ ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മുത്തുനബി അവിടെന്ന് പറയുകയാ, ഈ ദിക്ർ ആരെങ്കിലും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിന്നെ അവിടെ കൊണ്ടു ചെല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കുക, ഇങ്ങ് അടുത്തേക്ക് വരിക, നമുക്ക് ദുആ ചെയ്യാം പെട്ടെന്ന് ഇൻഷാ